ഈ വെട്ടി നിൽക്കുന്ന വെട്ടിയെ കൊണ്ടുപോയി എൻ്റെ കൊല പഴുത്തെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ സുഹൃത്തുക്കളെ, ആ വെട്ടിയൻ്റെ പഴമാണ് ഞങ്ങൾ തിന്നാൻ പോണത്. ആ പഴം നിങ്ങളെ കാട്ടണത്. എൻ്റെ രുചി ഒന്നറിയാം. ഇത് പിടിക്കുന്ന അവനോട് ചോദിക്കുക എൻ്റെ രുചി. അവനെ എൻ്റെ കൂട്ടുകാരന് കൊടുക്കാതെ എങ്ങനെയുണ്ട് നോക്കാൻ മതി. അവൻ രുചി എന്നെ പറയും എങ്ങനെയുണ്ടെന്നുള്ളത്. കല്ലുണ്ടോ, തിന്നാൻ ടേസ്റ്റ് ഉണ്ടോ, കേടുണ്ടോ എന്നൊക്കെ അവൻ പറയും. എൻ്റെ രുചി ഗുണഫലങ്ങളവൻ പറയും. എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ രുചി കുഴപ്പമില്ല. ഇത് രുചി നിങ്ങളറിയണം. ഇതുപോലെ കൃഷി ചെയ്ത് ഇതുപോലെ അധ്വാനിച്ചുണ്ടാക്കണം. കണ്ട എൻ്റെ കയ്യിൽ സ്റ്റാൻഡുള്ള കാര്യമുണ്ടോ? ഞാൻ ഒറ്റ കൈക്ക് ഇപ്പം എനിക്ക് പൂട്ടും പഴ. ഇന്ന് എൻ്റെ ഭക്ഷണം പൂട്ടും പഴ സുഹൃത്തുക്കളെ. ഇന്ന് രാവിലെ പൂട്ടും പഴം കൂട്ടി അടിച്ചു. അതെ, ഇലക്കനായി പോയില്ല. അല്ല, എൻ്റെ ഗുണം കണ്ടതിക്ക്, എൻ്റെ രുചി കണ്ടതേ. പുട്ടും പഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഒച്ചൻ കാലത്ത് പണിക്ക് പോകുമ്പോൾ കടയിൽ പോയി ചായ കുടിക്കും. അവിടെ വീടിനടുത്തൊരു ചായ കടയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. അപ്പം അച്ഛൻ അവിടുന്ന് പുട്ടും പഴം കടലയും അതല്ലാന്നെങ്കിൽ പുട്ട്, പപ്പടം, പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊണ്ടുപോയി ഡെയിലി വാങ്ങി തരുന്നുണ്ട് അച്ഛൻ. അപ്പോൾ ഇത് ടോം ചേട്ടൻ്റെ പഴം കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ പറഞ്ഞതാണ്.